ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ തവണ പീച്ചിൽ കൃഷിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. എല്ലാവരിൽ നിന്നും നമുക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് നമ്മളിപ്പോൾ അച്ചിങ്ങ പയർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പ്രാരംഭ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പീച്ചിൽ നട്ട അതേ തടത്തിൽ തന്നെ ആ തടം നന്നായിട്ട് വെട്ടിപ്പൊളിച്ച് കുമ്മായം നിറച്ച് അതിന് ശേഷം 15 ദിവസം മൂടിയിട്ട് വെള്ളം നനച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ പയർ നട്ടുകൊണ്ടിരിക്കുകയാണ്. മണ്ണൊന്ന് റീഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുമ്മായിട്ട് റെഡിയാക്കുന്നത്. അതിൻ്റെ നമ്മൾ ഗുണമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പയറിപ്പോൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. അടിവളം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം 2-3 ഇല പ്രായമായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ചാണകപ്പൊടി ചുവട്ടിൽ നിറച്ച് കൊടുക്കുകയാണ്. അതൊരു 2-3 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. നമ്മൾ പെട്ടെന്ന് തന്നെ ചാടി വളരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ അച്ചിങ്ങ കുട്ടപ്പൻ റെഡിയായിട്ടുണ്ട്. നല്ല വിളവ് തന്നെ കിട്ടിയായിരുന്നു. അപ്പോൾ അതായത് നമ്മുടെ മഴ ടൈമിന് തന്നെയാണ് നമുക്ക് അച്ചിങ്ങ കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സമയം. ആ നല്ല ശക്തമായ മഴയുള്ള സമയത്ത് തന്നെ ആണ് നമ്മൾ വിളവെടുപ്പ് നടന്നത്. മഴയൊന്നും നമ്മൾ കണക്കാക്കിയില്ല. കാരണം നമ്മൾ ആ കറക്റ്റ് ടൈമിന് നമ്മൾ ഈ വിളവെടുത്തില്ലെങ്കിൽ കായും പൂവും ഒക്കെ നമുക്ക് രണ്ടാമത് വീഴുന്നതിന് താമസം ഉണ്ടാകും. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ വിളവെടുക്കണം. അതുകൊണ്ടാണ് മഴയൊന്നും വകവയ്ക്കാതെ നമ്മളെ മഴയത്ത് തന്നെ വിളവൊക്കെ അങ്ങനെ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ വിശേഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ആളെത്തിയിട്ടുണ്ട്. അത് അടുക്കി പെറുക്കി ചെറിയ കെട്ടുകളൊക്കെ ആക്കി ഷോപ്പിൽ എത്തിക്കുന്ന ജോലിയാണ് അങ്ങേർക്കുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.